പോലീസിൻ്റെ കൂടെ ഒരു യാത്രയിൽ, കോടതിയിലുള്ള യാത്രയിൽ 4 മണിക്കാറ്റെന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് കണ്ട ഒരു സീനാണ് എനിക്ക് പുസ്തകം എഴുതാൻ പ്രേരിപ്പിച്ചത്. ഒരു പ്രായമുള്ള വൃദ്ധൻ്റെ കൈ പിടിച്ച് ഒരു സ്ത്രീ നടന്നു പോണ കണ്ട്. അപ്പോൾ അവർ മാറത്തൊരു കുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ വധശിക്ഷയിലായിരുന്നു. അവർക്ക് കണ്ണ് കാണാത്ത ആളാണെന്ന് ഞാൻ തീരുമാനമായി. അപ്പം ഈ കണ്ണ് അവർ കൊടുക്കാം എന്നുള്ളൊരു തോന്നൽ എനിക്കന്നുണ്ടായി. റിപ്പർ ജയാനന്ദൻ എന്ന KP ജയാനന്ദന്റെ കണ്ണീരുപ്പ് കലർന്ന അക്ഷരങ്ങൾക്ക് ഭാവനയുടെ അനന്യസുലഭമായ ശോഭയുണ്ട്. എറണാകുളം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജസ്റ്റിസ് നാരായണക്കുറുപ്പാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. മകൾ അഡ്വക്കേറ്റ് കീർത്തിയുടെ ഭർതൃപിതാവ് KP രാജഗോപാൽ പുസ്തകം ഏറ്റുവാങ്ങി. അഭിഭാഷകയായ മകൾ കീർത്തി മുഖേന ജയാനന്ദന്റെ ഭാര്യ ഇന്ദിര നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സ്വന്തം പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ റിപ്പർ ജയാനന്ദന് ഹൈക്കോടതി പരോൾ അനുവദിച്ചത്. ഒരുപാട് നേരം എനിക്ക് സംസാരിക്കാൻ, ഇപ്പോഴും ജയിലിൽ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതൊരു മക്കൾക്കും കിട്ടുന്ന പ്രസ്തുത സമൂഹത്തിൽ വൃദ്ധസദനത്തിലും അമ്പലനടയിലും ഒക്കെ കൊണ്ട് തള്ളുന്നൊരു കാലഘട്ടമാണ്. ഈ ജയിലിലുണ്ടായിട്ടും എന്നെ സംരക്ഷിക്കുന്നില്ലേ. എന്നേക്കാൾ കൂടുതൽ ജീവനം അനുഭവിച്ചത് എൻ്റെ ഭാര്യയാണ്. തടവറയുടെ 17 വർഷത്തെ ഏകാന്തതയെ അക്ഷരസൗഭകം കൊണ്ട് മറികടന്ന ജയാനന്ദൻ വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിൽ വായനയുടെ പുതുലോകമാണ് തീർത്തിരിക്കുന്നത്. റിപ്പോർട്ടർ, കൊച്ചി.